അസ്സലാമലൈക്കും. അൽ വഹദത്തു സാനി അൽ ഉസ്റത്തു പറഞ്ഞാൽ ഫാമിലി, കുടുംബം. ഹിവാറുൻ ബൈന അലിയുൻ വ അമ്മാറുൻ, കോൺവെർസേഷൻ ബിറ്റ്വീൻ അമ്മാർ ആൻഡ് അലി. അലിയും അമ്മാറും തമ്മിലുള്ള സംഭാഷണമാണ് ഇത്. ഹിവാറുൻ എന്നാൽ സംഭാഷണം. അലിയുൻ അസ്സലാമു അലൈക്കും, അലി പറഞ്ഞു അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം നിൻ്റെ മേലുണ്ടാകട്ടെ, പീസ് ബി അപ്പോൺ യു. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് വേണമെങ്കിൽ അതും കൂടി കൂട്ടി പറയാം. നിൻ്റെ മേലും അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, ആൻഡ് പീസ് ബി അപ്പോൺ യു. ഖാല അലിയുൻ, അലി പറഞ്ഞു ഹാദിഹി സൂറത്തു ഉസ്രത്തി. ഹാദിഹി എന്നാൽ ഇത്, സൂറത്തു പറഞ്ഞാൽ ചിത്രം, പിക്ചർ. ഉസ്രത്തുൻ കുടുംബം, ഉസ്രത്തി എൻ്റെ കുടുംബം. ഹാദിഹി സൂറത്തു ഉസ്രത്തി, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ചിത്രമാകുന്നു. ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ ഫാമിലി, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ചിത്രം ആകുന്നു. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു മാഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹ് വില്ലിങ്. നമ്മൾ അത്ഭുതകരമായ സന്തോഷകരമായ അള്ളാഹിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മാഷാ അള്ളാഹ് എന്ന് പറയേണ്ടതുണ്ട്. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു മൻ ഹാദ, ഇത് ആരാണ്. ഓരോ കുടുംബത്തിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഓരോരുത്തരുടെയും ചിത്രം നോക്കിയിട്ടാണ് അമ്മാർ ചോദിക്കുന്നത് ഇതാരാണ്. മൻ പറഞ്ഞാൽ ആര്, ഹാദ ഇത്, ഹു ഈസ് ദിസ് ഇത് ആരാകുന്നു. ഖാല അലിയുൻ, അലി പറഞ്ഞു ഹാദ വാലിദി അദ്നാൻ, ഹാദ വാലിദി അദ്നാൻ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, വാലിദി എൻ്റെ ഉപ്പ, അദ്നാനാകുന്നു ഇത് എൻ്റെ ഉപ്പ അദ്നാൻ ആകുന്നു. ഹുവ മുഹന്ദിസുൻ, അദ്ദേഹം എൻജിനീയർ ആകുന്നു. ഹുവ എന്ന് പറഞ്ഞാൽ അദ്ദേഹം, മുഹന്ദിസുൻ എൻജിനീയർ, അദ്ദേഹം എൻജിനീയർ ആകുന്നു. ഹി ഈസ് എൻ എൻജിനീയർ. ദിസ് ഈസ് മൈ ഫാദർ അദ്നാൻ ആൻഡ് ഹി ഈസ് എൻ എൻജിനീയർ. ആൻഡ് ഇല്ല, വാവില്ല. ഹി ഈസ് എൻ എൻജിനീയർ. അമ്മാറുൻ, വമൻ ഹാദിഹി, ഇതും ആരാകുന്നു. വമൻ ഹാദിഹി, ഹാദ എന്ന് പറയുമ്പോൾ അടുത്തുള്ള ഒരു പുരുഷനെ ചൂണ്ടിയിട്ടാണ് ഹാദ പറയുക. എന്നാൽ ഹാദിഹി പറയുമ്പോൾ അടുത്തുള്ള ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ടാണ് ഹാദിഹി എന്ന് പറയുക. വമൻ ഹാദിഹി ആൻഡ് ഹു ഈസ് ദിസ്, ഇതും ആരാകുന്നു. ഖാല അലിയുൻ, അലി പറഞ്ഞു ഹാദിഹി വാലിദത്തി, ഇത് എൻ്റെ ഉമ്മയാകുന്നു. സഈദത്തുൻ, സഈദയാകുന്നു, ഇതെൻ്റെ ഉമ്മ സഈദയാകുന്നു. അപ്പോൾ വാലിദുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ, വാലിദത്തുൻ ഉമ്മ, അതിലേക്ക് യാ ചേർത്തപ്പോൾ എൻ്റെ എന്നർത്ഥം കിട്ടി. വാലിദത്തുൻ ഉമ്മ, വാലിദത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ. ഉമ്മുൻ എന്നും പറയാം, അബുൻ ഉമ്മുൻ എന്നൊക്കെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉപയോഗിക്കാം. ഇവിടെ വാലിദത്തുൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാലിദത്തിലേക്ക് യാ ചേർത്തപ്പോൾ എൻ്റെ എന്നർത്ഥം കിട്ടി. ഇത് എൻ്റെ ഉമ്മ സഈദയാകുന്നു. ഹിയ ത്വബീബത്തുൻ, അവൾ ഒരു ഡോക്ടറാകുന്നു. ഹിയ അവൾ, ത്വബീബത്തുൻ എന്ന് പറഞ്ഞാൽ ലേഡി ഡോക്ടർ, അവളൊരു ഡോക്ടറാകുന്നു. ഷീ ഈസ് എ, ദിസ് ഈസ് മൈ മദർ സഈദ, ഷീ ഈസ് എ ലേഡി ഡോക്ടർ. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു വമൻ ഹാദ, ഇതും ആരാകുന്നു. ഒരു പുരുഷനെ ചൂണ്ടിയിട്ടാണ്. ഹാദ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അടുത്തുള്ള ഒരു പുരുഷനെ ചൂണ്ടിയിട്ടാണ് ഹാദ എന്ന് പറയുക. വമൻ ഹാദ, ഇതാരാകുന്നു. ഹാദ അഖി ഈസ, ഹാദ അഖി ഈസ, ഹാദ എന്നാൽ ഇത്, അഖി എൻ്റെ സഹോദരൻ, ഈസ ഈസയാകുന്നു. അഹുൻ എന്നാൽ സഹോദരൻ എന്നർത്ഥം. അതിലേക്ക് യാ ചേർത്തപ്പോൾ അഹി എന്നാൽ എൻ്റെ എന്നുള്ള അർത്ഥം കിട്ടി, എൻ്റെ സഹോദരൻ. ഹാദ അഹി ഈസ, ഇത് എൻ്റെ സഹോദരൻ ഈസ ആകുന്നു. ഇവിടെ ദിസ് ഈസ് മൈ ബ്രദർ ഈസ ഹുവ ത്വാലിബുൻ, അവൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. ത്വാലിബുൻ എന്നാൽ ത്വലബൽ ഇൽമ്, അറിവന്വേഷിക്കുന്നവൻ. ത്വാലിബുൻ എന്നാൽ വിദ്യാർത്ഥി. ഹുവ ത്വാലിബുൻ, അവൻ വിദ്യാർത്ഥി ആകുന്നു. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു വമൻ ഹാദിഹി, ഇതും ആരാകുന്നു. അടുത്തുള്ള ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ടാണ് ഹാദിഹി എന്ന് ഉപയോഗിക്കുക. വമൻ ഹാദിഹി, ഇതാരാകുന്നു. ആൻഡ് ഹു ഈസ് ദിസ്. ഖാല അലിയുൻ, അലി പറഞ്ഞു ഹാദിഹി ഉഖ്തി അബല, ഹാദിഹി ഉഖ്തി അബല, ഇത് എൻ്റെ സഹോദരി അബല ആകുന്നു. അബല എന്നാൽ ഒരു സ്ത്രീനാമമാണ്. അബല. ഉഖ്തുൻ എന്നാൽ സഹോദരി, അതിലേക്ക് യാ ചേർത്തപ്പോൾ ഉഖ്തി എൻ്റെ സഹോദരി. ഹാദിഹി എന്നാൽ ഇത് എൻ്റെ സഹോദരി അബല ആകുന്നു. ദിസ് ഈസ് മൈ സിസ്റ്റർ അബല.
ഹിയ മുഅല്ലിമത്തുൻ, ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു അധ്യാപിക ആകുന്നു. മുഅല്ലിമുൻ എന്നാൽ അധ്യാപകൻ, മുഅല്ലിമത്തുൻ അധ്യാപികയാകുന്നു. വഹാദ ജദ്ദി, ഇതെൻ്റെ വല്ലിപ്പയാകുന്നു. ദിസ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ. ജദ്ദുൻ എന്നാൽ വല്ലിപ്പ, ഉപ്പയുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പ, ഗ്രാൻഡ് ഫാദർ എന്നർത്ഥം. അതിലേക്ക് യാ ചേർത്തപ്പോൾ എൻ്റെ വല്ലിപ്പ എന്നായി. വഹാദ ജദ്ദി, ഇതെൻ്റെ വല്ലിപ്പയാകുന്നു. വഹാദിഹി ജദ്ദതി ആൻഡ് ദിസ് ഈസ് മൈ ഗ്രാൻഡ് മദർ, ഇത് എൻ്റെ വല്ലിമ്മയും ആകുന്നു. ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയെയാണ് ജദ്ദത്തുൻ എന്ന് വിളിക്കുന്നത്. അതിലേക്ക് യാ ചേർത്തപ്പോൾ എൻ്റെ എന്ന് അർത്ഥം കിട്ടി. വഹാദിഹി ജദ്ദതി, ഇതെൻ്റെ വല്ലിമ്മയും ആകുന്നു. ഖാല അമ്മാറുൻ, അമ്മാർ പറഞ്ഞു മാഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാഹുവിലെ. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. ഉൻദുർ വസ്തമി വഅഇദ്. അപ്പോൾ നമ്മൾ കേൾക്കുക, മനസ്സിലാക്കുക, തയ്യാറാക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഉമർ പറഞ്ഞു ഹൽ ഹാദിഹി ഷജറ, ഇതൊരു മരമാണോ? ഹൽ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ മുന്നിൽ ഹൽ വന്നാൽ ആണോ എന്നർത്ഥം കിട്ടും. അപ്പോൾ ഹാദിഹി ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മരമാകുന്നു എന്നാണ്. അതിൻ്റെ മുന്നിൽ ഹൽ വന്നു കഴിഞ്ഞാൽ ആണോ എന്നർത്ഥം കിട്ടും. ഹൽ ഹാദിഹി ഷജറ, ഇതൊരു മരമാണോ? ഇവിടെ ഹാദിഹി ഷജറത്തുൻ എന്നതിൻ്റെ അവസാനം ഒരു താമർബൂത്തയുണ്ട്. ഈ താമർബൂത്തയിൽ അവസാനിക്കുന്ന നാമങ്ങളൊക്കെ സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് വന്നത്. ഹൽ ഹാദിഹി ഷജറ, ഇതൊരു മരമാണോ? ഇതൊരു മരം ആണോ? ഖാല ഉസ്മാൻ പറഞ്ഞു നഅം ഹാദിഹി ഷജറത്തുൻ, അതെ ഇതൊരു മരമാണ്. അപ്പോൾ യെസ് ഓർ നോ ചോദ്യങ്ങൾക്ക്, ഹല്ല് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നഅം അതെ, അല്ലെങ്കിൽ ലാ അല്ല എന്നുള്ള ഉത്തരം വേണം വരേണ്ടത്. നഅം ഹാദിഹി ഷജറത്തുൻ, അതെ ഇതൊരു മരമാണ്. നഅം എന്ന് പറഞ്ഞാൽ ഹർഫു ജവാബാണ്, ഉത്തരം നൽകാനുള്ള ഒരു ഹർഫാണ് നഅം എന്നത്. ഹാദിഹി ഷജറത്തുൻ, ഇതൊരു മരമാകുന്നു. ഹാദിഹി ഉസ്റത്തുർ റസൂലി, ഇത് റസൂലിൻ്റെ കുടുംബമാകുന്നു. ഹാദിഹി, ഇത് ഉസ്റത്തുർ റസൂലി, റസൂലിൻ്റെ കുടുംബം. ഉസ്റത്തു എന്നത് പെണ്ണാണ്, കണ്ടോ, താമർബൂത്തയിൽ അവസാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഹാദിഹി എന്ന് വന്നത്. ഇത് റസൂലിൻ്റെ കുടുംബമാണ്. ഉസ്റത്തു റസൂലി എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ കുടുംബം. എങ്ങനെയാണ് ഇൻ്റെ എന്നുള്ള അർത്ഥം കിട്ടിയത്? അർത്ഥം കിട്ടാൻ കാരണം രണ്ട് വാക്കുകളാണ്. ഉസ്റത്തുർ റസൂലി, റസൂലിൻ്റെ കുടുംബം, രണ്ട് വാക്കുകൾ തമ്മിലാണ് അവിടെ കിടക്കുന്നത്. അതായത് ഉസ്റത്തുർ റസൂലി. അപ്പോൾ ആദ്യത്തെ വാക്കിന് ഇൻ്റെ എന്നർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ മലയാളത്തിൻ്റെ നേരെ തിരിച്ചാണ് അറബിയിൽ പറയുക. റസൂലിൻ്റെ, നമ്മൾ റസൂലിൻ്റെ ആദ്യം പറയുന്നത് അല്ലേ, എന്നിട്ടാണ് കുടുംബം പറയുന്നത്. എന്നാൽ അറബിയിൽ എഴുതിയപ്പോഴോ ഉസ്റത്താണ് ആദ്യം വന്നത്, പിന്നെയാണ് റസൂല് വന്നത്. അപ്പോൾ തിരിച്ചാണ് നമ്മൾ അറബിയിൽ ഇൻ്റെ ഉടെ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ പദം ഉണ്ടല്ലോ റസൂലിൻ്റെ കുടുംബം, കുടുംബത്തിനാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഉസ്റത്തും ആദ്യം എഴുതുക. ഉസ്റത്ത് എഴുതുമ്പോൾ അതിന് അലിഫ്ലാം ഇടാൻ പാടില്ല, തൻവീൻ ഇടാൻ പാടില്ല. പിന്നെ ശേഷം റസൂലിൻ്റെ എന്ന് പറയുമ്പോൾ റസൂലിൻ്റെ അവസാനം കെസ്റ കൊടുക്കുക, റസൂലി. അപ്പോഴാണ് റസൂലിൻ്റെ കുടുംബം എന്ന അർത്ഥം കിട്ടുക. അറബിയിൽ മുലാഫിൻ ഇലഹി എന്നൊക്കെയാണ് ആ ഒരു കോമ്പിനേഷനെ വിളിക്കാറുള്ളത്. റസൂലിൻ്റെ കുടുംബം. ഉസ്റത്തു റസൂലി, ഹാദിഹി ഉസ്റത്തു റസൂലി, ഇത് റസൂലിൻ്റെ കുടുംബം ആകുന്നു. ഖാല ഉമർ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും അദ്ദേഹത്തിൻ്റെ മേലുണ്ടാകട്ടെ. നമ്മൾ നബീൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട്, അത് സുന്നത്താണ്. ഖാല ഉസ്മാൻ പറഞ്ഞു ഹാദാ വാലിദുഹു അബ്ദുള്ള. അപ്പോൾ മരത്തിൽ നബിൻ്റെ ഫാമിലി ട്രീ ഉണ്ടാക്കിയിട്ട് മരത്തിൽ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാദാ വാലിദുഹു അബ്ദുള്ള, ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുള്ളയാകുന്നു. ഹാദാ വാലിദുഹു അബ്ദുല്ലാഹി, ഇത് അദ്ദേഹത്തിൻ്റെ ഇത് ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, വാലിദു എന്ന് പറഞ്ഞാൽ ഉപ്പ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വാലിദുൻ. ഹു എന്നാൽ അവൻ്റെ എന്നാണ് അർത്ഥം കിട്ടുക. ഹിസ് ഫാദർ, വാലിദുഹു ഹിസ് ഫാദർ, ഇത് അവൻ്റെ ഉപ്പ അബ്ദുള്ളയാകുന്നു. ഇത് അവൻ്റെ ഉപ്പ അബ്ദുള്ളയാകുന്നു. ഹാദ വാലിദുഹു അബ്ദുള്ള. വാക്യങ്ങളുടെ ആ ഒരു എന്താ പറയുക കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. വാലിദുഹു അവൻ്റെ ഉപ്പ. അപ്പം അതേപോലെ തന്നെ ഹു ചേർത്തിട്ട് നമുക്ക് അവൻ്റെ എന്നർത്ഥം കിട്ടുന്ന വാക്കുകൾ ഉണ്ടാക്കാനായി സാധിക്കും. ഖാല ഉമറു വഹാദിഹി വാലിദത്തു ആമിന,
ഇത് അവൻ്റെ ഉമ്മ ആമിനയാകുന്നു. ഹാദിഹി വാലിദത്തു ആമിന. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഹാദ എന്ന് കാണിക്കുമ്പോൾ ഒരു പുരുഷൻ, ഹാദിഹി എന്ന് കാണിക്കുമ്പോൾ ഒരു സ്ത്രീ. ഇനി വാലിദീ എന്ന് പറയുമ്പോൾ യാ ചേർത്തുമ്പോൾ എൻ്റെ ഉപ്പ എന്നും, വാലിദത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നും അർത്ഥം കിട്ടും. ഇനി വാലിദുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപ്പ എന്നും, വാലിദത്തുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മ എന്നും അർത്ഥം കിട്ടും. അപ്പം ഒരു ഇസ്മിലേക്ക് ഹൂവും യാക്ക് ചേർത്തുമ്പോഴുള്ള അർത്ഥ വ്യത്യാസങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഖാല ഉസ്മാനു, ഉസ്മാൻ പറഞ്ഞു, വഹാദ ജദ്ദുഹു അബ്ദുൽ മുത്തലിബി. ഇത് അദ്ദേഹത്തിൻ്റെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ആകുന്നു. വഹാദ ജദ്ദുഹു അബ്ദുൽ മുത്തലിബി. ഇത് അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ, ഉപ്പയുടെ ഉപ്പപ്പ അബ്ദുൽ മുത്തലിബ് ആകുന്നു. കണ്ട, ജദ്ദു എന്ന് പറഞ്ഞാൽ വെല്ലിപ്പ, ജദ്ദി എൻ്റെ വെല്ലിപ്പ, ജദ്ദുഹു അവൻ്റെ വെല്ലിപ്പ, ഹിസ് ഗ്രാൻഡ് ഫാദർ. വഹാദ ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് ആൻഡ് ദിസ് ഈസ് ഹിസ് ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബി എന്നാണ് എഴുത്തിൽ വരേണ്ടത്. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് നിർത്താം. അബ്ദുൽ മുത്തലിബി എന്നാണ് എഴുത്തിൽ വരേണ്ടത്. ഖാല ഉമറു, ഉമർ പറഞ്ഞു, വഹാദ അമ്മുഹു അബ്ബാസു. ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് ആകുന്നു. അമ്മുൻ എന്നാൽ ഉപ്പയുടെ സഹോദരൻ എന്നർത്ഥം. അമ്മി എൻ്റെ ഉപ്പയുടെ സഹോദരൻ, അമ്മുഹു അവൻ്റെ ഉപ്പയുടെ സഹോദരൻ. അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അവൻ്റെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് ആകുന്നു. ഖാല ഉസ്മാനു, ഉസ്മാൻ പറഞ്ഞു, വഹാദ അമ്മുഹു ഹംസതു. ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരൻ ഹംസയാകുന്നു. ദിസ് ഈസ് ഹിസ് അങ്കിൾ അബ്ബാസ്, ദിസ് ഈസ് ഹിസ് അങ്കിൾ ഹംസത്തു. ശ്രദ്ധിക്കുക, രണ്ടും ഉപ്പയുടെ സഹോദരന്മാരാകുന്നു. ഖാല ഉമറു, ഉമർ പറഞ്ഞു, വഹാദിഹി അമ്മത്തു സഫിയ്യത്തു. ഇത് അദ്ദേഹത്തിൻ്റെ അമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പയുടെ സഹോദരി. നമ്മുടെ നാട്ടിലൊക്കെ അമ്മായി എന്നൊക്കെ പറയും. ഉപ്പയുടെ സഹോദരി, ആണ്ട്. ദിസ് ഈസ് ഹിസ് ആണ്ട് സഫിയ്യ. അപ്പം നബീൻ്റെ ഉപ്പയുടെ സഹോദരിയുടെ പേരാണ് സഫിയ്യ. വഹാദിഹി അമ്മത്തുഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരി അമ്മ സഫിയയാകുന്നു. വഹാദ ഇബ്നുഹുൽ ഖാസിമു. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ ഖാസിമാകുന്നു. ഇബ്നുൻ എന്നാൽ മകൻ എന്നർത്ഥം. ഇബ്നി എൻ്റെ മകൻ, ഇബ്നുഹു അവൻ്റെ മകൻ. ഓക്കെ, അപ്പോൾ അതിലെ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. വഹാദ ഇബ്നുഹു. പിന്നെ അതുപോലെ തന്നെ ഹാദ എന്നതിനെ നീട്ടാനുള്ള അലിഫ് ശേഷം ഈ ബനുഹു എന്നാണ് നമ്മൾ ഒറ്റക്ക് പറയുക. കൂട്ടി പറയുമ്പോൾ ഹാദ ബനുഹു. അപ്പോൾ ദാലിൻ്റെ അലിഫും പോയി, ഇബ്നുവിൻ്റെ അലിഫും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവില്ല. വഹാദ ബനുഹുൽ ഖാസിമു, വഹാദ ബനുഹുൽ ഖാസിമു. അതുപോലെ തന്നെ ചില പദങ്ങൾ അലിഫ്ലാമോട് കൂടിയിട്ട് ചില അലമുകൾ എന്താ പറയുക, പ്രോപ്പർ നൗൺ ഉണ്ടല്ലോ, ആളുകളുടെ പേരുകൾ അലിഫ്ലാമിൽ വരും. അൽ ഖാസിം എന്നെല്ലാത്തിനും വരില്ല. ഉമർ ഉസ്മാൻ ഒന്നും വന്നില്ല, കണ്ടോ അത് ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില നാമങ്ങൾക്ക് തെൻമീൻ വരും. ഇതിന് മുന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച അലിയുൻ തെൻമീൻ ഇട്ടിട്ടാ, അമ്മാറുൻ തെൻമീൻ ഉണ്ട്. എന്നാൽ ഉമറു ഉസ്മാനു അതിനൊന്നും തെൻമീൻ വരാത്ത പദങ്ങളാണ്. അതൊക്കെ വെറുതെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, മനസ്സിൽ ഓർത്ത് വെക്കുക. കണ്ടോ, തെൻമീൻ ഇല്ലാതെയാണ് അത്തരം പദങ്ങൾക്ക് തെൻമീൻ വരില്ല. അബ്ബാസ്, അൽ അബ്ബാസുന് അലിഫ്ലാം വെച്ചിട്ടാണ് പറഞ്ഞത്. ഹംസത്തുക്ക് അലിഫ്ലാമില്ല. അങ്ങനെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. സഫിയത്തു തെൻമീനില്ല. അപ്പോൾ വഹാദ ബനുഹുൽ ഖാസിമു, ദിസ് ഈസ് ഹിസ് സൺ ഖാസിം. വഹാദ ബനുഹു അബ്ദുല്ലാഹി, ഇത് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ളയാകുന്നു. ഖാല ഉസ്മാനു, ഉസ്മാൻ പറഞ്ഞു, വഹാദ ബനുഹു ഇബ്രാഹീമു, ഇത് അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹീമും ആകുന്നു. ആൻഡ് ദിസ് ഈസ് ഹിസ് സൺ ഇബ്രാഹീമു. ഇബ്നുഹു അവൻ്റെ മകൻ ഇബ്രാഹിമും ആകുന്നു. ഖാല ഉമറു, ഉമർ പറഞ്ഞു, വഹാദിഹി ഇബ്നതു ഫാത്തിമതു, ഇത് അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമയും ആകുന്നു. വഹാദിഹി ഇബ്നതുഹു ഫാത്തിമതു, ഇത് അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമയും ആകുന്നു. വഹാദിഹി ഇബ്നതുഹു ഫാത്തിമതു. ഓക്കെ, ഹാദിഹി ഇബ്നത്തുൻ എന്ന് പറഞ്ഞാൽ മകൾ, ഇബ്നതുഹു ഹിസ് ഡോട്ടർ അവൻ്റെ മകൾ. ഖാല ഉസ്മാനു, ഉസ്മാൻ പറഞ്ഞു, വഹാദിഹി ഇബ്നതുഹു റുഖയ്യ, റുഖിയ അല്ല കേട്ടോ, റുഖയ്യ, ഇത് അദ്ദേഹത്തിൻ്റെ മകൾ റുഖയ്യയാകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ റുഖിയ എന്നാണ് പറയാറ്, പക്ഷെ റുഖയ്യാണ്, ഖാഫിന് ഫതഹയാണ് കേട്ടോ, റുഖയ്യ. വഹാദിഹി ഇബ്നതുഹു റുഖയ്യ, ഇത് അദ്ദേഹത്തിൻ്റെ മകൾ റുഖയ്യയാകുന്നു. ഇബ്നത്തുൻ എന്ന് പറഞ്ഞാൽ മകൾ, ഇബ്നതുഹു അവൻ്റെ മകൾ റുഖയ്യയാകുന്നു. വഹാദിഹി സൈനബു, ആൻഡ് ദിസ് ഈസ് സൈനബ്, ഇത് സൈനബ് ആകുന്നു.
ഖാല ഉമറു വഹാദിഹി ഇബ്നതുഹു ഉമ്മു കുൽസൂമി ആൻഡ് ദിസ് ഈസ് ഹിസ് ഡോട്ടർ ഉമ്മു കുൽസൂം. ഇത് അദ്ദേഹത്തിൻ്റെ മകൾ ഉമ്മു കുൽസൂമും ആകുന്നു. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് അർത്ഥങ്ങളും അർത്ഥവ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വായിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.